ns എങ്ങനെ USB ഫോർക്കിൽ ഡബിൾ ഡിസ്ക് സെറ്റ് ചെയ്യുന്ന അലവിലുള്ള ഓൾട്രേഷൻ ചെയ്ത് അഡാപ്റ്റർ കറക്റ്റായിട്ട് സീറ്റ് ചെയ്യും. സ്പീഡോമീറ്ററിൻ്റെ കേസ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പം സംഭവം എന്നാന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇതാ സാധനം. സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. ഇവരോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കണ്ടപോലെ ns എങ്ങനെ USB ഫോർക്കിൽ ഡബിൾ ഡിസ്ക് സെറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഓൾറെഡി USB ഫോർക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് മേളിൽ ഞാൻ ജസ്റ്റ് ഐ കാർഡിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പം ഈ ഡ്യൂക്ക് 250യുടെ ഫുൾ സെറ്റാണ് ഫ്രണ്ടിൽ കയറിയേക്കുന്ന USB ഫോർക്ക്. ആക്ച്വലി ഇതിൻ്റെ USB സെറ്റ് ചെയ്ത് നമ്മളല്ല, നമ്മൾ സെറ്റ് ചെയ്ത് വേറെ വണ്ടിയുടെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ നമ്മുടെ ചാനൽ വരെ കിടപ്പുണ്ട്. അപ്പം ഇതിനകത്ത് ഡ്യുവൽ ഡിസ്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ ഇവിടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ഇതൊരു ചെയ്തത് നമ്മളൊന്ന് അയച്ചിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചു. അപ്പം മെയിനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഇതേ ഡബിൾ ബാൻജോ ചെയ്താണ് ചെയ്തേക്കുന്നത്. ഡബിൾ ബാൻജോ ചെയ്ത് 2 സ്റ്റീൽ ലൈനർ കൊടുത്താണ് ചെയ്തേക്കുന്നത്. പ്രൈമറി ആയിട്ട് നമ്മൾ വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ സ്റ്റമ്പ് വന്നിട്ട് നമ്മൾ ഒരു ഇന്നർ ട്യൂബ് ഒരെണ്ണം എടുത്ത് ഇതേപോലെ താഴത്തെ ഏരിയ മാറ്റി നമ്മൾ ഡിസ്കുള്ള സൈഡിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇച്ചിരി എക്സ്റ്റൻഷൻ ഉണ്ടായി, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ആക്ച്വലി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഉണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും 2 കാലിപ്പർ വന്നിട്ടുണ്ട്. ബൈബ്രയുടെ തന്നെയാണ് 2 കാലിപ്പർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന അലോയിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പറയുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എന്നുള്ള രീതിക്കേ ഉള്ളൂ. അപ്പോൾ അടുത്ത പറഞ്ഞു വെച്ചാൽ അലോയിലാണ്. അപ്പോൾ അതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഹെഡ് വെക്കുന്നതിനെ പറ്റി എല്ലാവരും ചോദിച്ചായിരുന്നു. ഇതിനകത്ത് ഹെഡ് വെച്ചേക്കുന്നത് എൽ ക്ലാമ്പിൻ്റെ സെറ്റിങ്സിലാട്ടോ ഹെഡ് വെച്ചേക്കുന്നത്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ചാനൽ പുതിയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുപോലത്തെ മോഡിഫിക്കേഷൻ വീഡിയോസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം. സോ ഗൈസ്, അപ്പം നമ്മുടെ അലവയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അഡാപ്റ്റർ അടിച്ചാണ് ചെയ്തേക്കുന്നത്. ഞാൻ അപ്പുറം വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്റ്റോക്ക് സൈഡാണ് വരുന്നത്, കണ്ടല്ലോ, സ്റ്റോക്ക് സൈഡ്. ആൻഡ് നമ്മൾ ഇങ്ങനെ സൈഡ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ ഇതിലുള്ള എന്നാ പറയണ്ട, നമ്മുടെ അലവിലുള്ള ഓൾട്രേഷൻ ചെയ്ത് അഡാപ്റ്റർ കറക്റ്റായിട്ട് സീറ്റ് ചെയ്യിച്ച് നമ്മൾ 10ൻ്റെ എല്ലാം കീസ് ഇട്ട് 5 മുറുക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി ഇതിനകത്ത് നമ്മൾ ഡിസ്ക് പ്ലേറ്റ് വെച്ച് മുറുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പം അതോടെ സെറ്റ് ചെയ്തിട്ട് ഡിസ്കോടെ വെച്ച് മുറുക്കിയിട്ട് ഞാൻ മൊത്തം ലുക്ക് കാണിച്ചു. സോ പിന്നെ ABS ഇല്ലാത്ത മോഡൽ നമ്മൾ ചെയ്യുമ്പം സ്പീഡോമീറ്ററിൻ്റെ കേസ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പം സംഭവം എന്നാന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇതാ സാധനം. ഇത് വന്നിട്ട് ഡ്യൂക്ക് 200 BS3 ഏറ്റവും ആദ്യത്തെ മോഡലിൻ്റെ ABS മോഡലിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ സെൻസറാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ, ഹെഡിനകത്ത് സോക്കറ്റ് വരുന്നത് കേട്ടോ. ഹെഡിനകത്ത് ആ സോക്കറ്റുമായിട്ട് കറക്റ്റ് മാച്ച്, അതിൻ്റെ കളേഴ്സും കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കേട്ടോ. സോക്കറ്റ് ആർസൂട്ടാണ്. അപ്പം അതാണ് സംഭവം. ഇത് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ സ്റ്റമ്പിൽ സെറ്റ് ചെയ്യാനുള്ള സ്ലോട്ടും അവൈലബിൾ ആണ്. സോ അപ്പം നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നേരെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് അത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ നമ്മൾ അഡാപ്റ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റർ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇട്ട് മുറുക്കിയിട്ടുണ്ട്, പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിസ്ക് നേരെ അതിനകത്തോട്ട് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം വെച്ച് മുറുക്കിയിട്ട് ഞാൻ മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ ഡ്യുവൽ ഡിസ്കിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് നല്ലപോലെ മുറുക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വാഷറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ടൈറ്റായിട്ട് നിൽക്കാനായിട്ട്. ആൻഡ് നമ്മുടെ സ്റ്റോക്ക് സൈഡ് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഈ നമ്മുടെ അലോയിലുള്ള ചേഞ്ചസ് ഇത്രയേ ഉള്ളൂ. ഞാൻ സ്റ്റമ്പിൽ സംഭവം കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ ഇവിടെ വെച്ചിട്ട് നമ്മൾ മുറുക്കിയിട്ടുണ്ട്, നട്ടിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടയറായിട്ടും ജസ്റ്റ് കറക്കി നോക്കി, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇത് നേരെ വണ്ടിയിലോട്ട് കയറ്റിയിട്ട് ബാക്കിയുള്ള നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സബദേ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഇതേടെ വണ്ടി വേണം മോഡൽ ns200 2018 മോഡൽ ns200 ആണ് വണ്ടി. നമ്മൾ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത് ഡ്യൂക്ക് 250യുടെ ഫുൾ സെറ്റ് USB ഫോർക്ക് സെറ്റപ്പും കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഡ്യൂക്കിൻ്റെ അലോയ് എടുത്തു, അതിലൂടെ ഡ്യുവൽ ഡിസ്ക് ആഡ് ചെയ്ത് കൊടുത്തു. 300mm പ്ലേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ബൈബ്രയുടെ തന്നെ കാലിപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സംഭവം ശരിക്കും പറഞ്ഞാൽ സെറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി 2-3 വണ്ടികൾ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓടിച്ച് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം അതിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും കാണണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മേളിൽ ഞാൻ ആക്കി കൊടുത്തേക്കാം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ പറയുവാണെങ്കിൽ നമ്മൾ ഡബിൾ ബാൻജോ യൂസ് ചെയ്ത് ABS മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പം ഡബിൾ ബാൻജോ യൂസ് ചെയ്താണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. 2 സ്റ്റീൽ ലൈനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും വന്നിട്ട് ഈ സൈഡിലെ കാലിപ്പേഴ്സിലും വന്നിട്ടുണ്ട്. അപ്പം എന്നാ പറയണ്ടേ, പിന്നെ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ സ്റ്റമ്പിൻ്റെ താഴത്തെ ലെഗ് വന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ ലെഗ് ആഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സൂട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് മാറ്റത്തിന് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് മാറ്റുമ്പോൾ ഓയിൽ ലീക്ക് വരുന്ന കുറേ പേര് ചോദിച്ചായിരുന്നു. അങ്ങനെ ഓയിൽ സീൽ ലീക്കോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല.
ആൻഡ് ഡിസ്ക് വന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ അഡാപ്റ്റർ അടിച്ച് ലെഫ്റ്റ് സൈഡിൽ പുതിയ ഡിസ്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് ഡിസ്കിൻ്റെ അഡാപ്റ്ററിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്നാ പറയണ്ടേ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് പമ്പ് ചെയ്യുന്ന രീതി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ കാലിപ്പർ എടുത്ത് ഇങ്ങോട്ട് വെച്ച് വേണം പമ്പ് ചെയ്യാനായിട്ട്, എന്നാലേ കറക്റ്റ് ബ്രേക്കിംഗ് കിട്ടത്തുള്ളൂ. ഇപ്പം 2 കാലിപ്പേഴ്സും വർക്കിംഗ് ആണ്, ഡമ്മി അല്ല, പെർഫെക്റ്റ് വർക്കിംഗ് ആണ് രണ്ടും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇത്രയും പ്ലേ ഉണ്ട്, പക്ഷേ ഇത്രയും പിടിച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഫുൾ ബ്രേക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ഹെഡ് വെക്കുന്ന മാറ്റർ. സംഭവം എൽ ക്ലാമ്പിലാണ് ചെയ്തേക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തു തരാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്നാ പറയണ്ടേ ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ചെയ്യുന്ന ns200 ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനൊരു അസറ്റായിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം സംഭവം കണ്ടല്ലോ, എൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല. പറഞ്ഞിട്ട് വണ്ടിയിൽ വേറെ കുറേ ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഡ്യൂക്കിൻ്റെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് വരുമ്പോഴത്തേക്കും ഒരു എന്നാ പറയുക ക്രാഷ് കാർഡ് ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ഡൊമിനാറിൻ്റെ തന്നെയാണ് അണ്ടർവെല്ലിയും കൊടുത്തേക്കുന്നത്, അതൊരു പ്രത്യേക ഭംഗിയാട്ടോ. ആൻഡ് പുറകോട്ട് വരുമ്പോഴത്തേക്കും നല്ല മാസീവായിട്ടൊരു ഡ്യുവൽ പർപ്പസ് ടയറും ആഡ് ചെയ്തിട്ടുണ്ട്, ടെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി സിമ്പിളായിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസേ ഉള്ളെങ്കിലും വണ്ടി ലുക്ക് ഒരു രക്ഷയില്ലാതെ. അപ്പം ഇതാണ് നമ്മുടെ ns200 വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണത്തിന് കമൻറ്റ് ചെയ്യുക. വെൽസ് മിഷോ സാനിയോ ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.